അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമളാനിനെ കുറിച്ച് നമ്മളെപ്പോഴും കേൾക്കാറ് അതൊരു പാപമോചനത്തിൻ്റെ മാസമായിട്ടാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പാപങ്ങൾ അവനിൽ കടന്നു വരുന്നതിനെക്കുറിച്ച് സൂക്ഷിക്കാനും ഇനി പാപങ്ങൾ അവനിൽ വന്നു കഴിഞ്ഞാൽ അത് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ചുകൊണ്ട് സ്രഷ്ടാവിലേക്ക് മടങ്ങാനും പ്രേരിപ്പിക്കുന്ന ഒരു മാസമാണ് റമളാൻ മാസം. ഈ റമളാൻ മാസത്തിൽ അതുകൊണ്ട് തന്നെ കൂടുതലായിക്കൊണ്ട് വിശ്വാസികൾ അവർ ചെയ്തു വരുന്ന പാപങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസാന്തരപ്പെട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ വേണ്ടിയിട്ടാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് റമളാനിലും അതല്ലാത്തപ്പോഴും ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനിലുള്ള വിശ്വാസം, ഒരു അടിമ അവൻ പാപം ചെയ്ത് ഖേദത്തോടുകൂടി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു വളരെ സന്തോഷത്തോടു കൂടി ആ പശ്ചാത്താപം സ്വീകരിക്കും എന്നുള്ളതാണ്. എങ്കിലും നമ്മൾ മലക്കുകളല്ല, എല്ലാവരും മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരായിട്ടുള്ള ആളുകളിലൊക്കെ എന്തെങ്കിലും രൂപത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലൊരു വിഖായത്ത് കിട്ടാൻ, അതിലൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി സദാസമയവും നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് ഇസ്ലാം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുചരൻ, അദ്ദേഹം ഷഹൽ ബിൻ ഹുമൈദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിക്കൊണ്ടൊരു കാര്യം ചോദിച്ചു. പ്രവാചകരെ, എനിക്കൊരു രക്ഷാതേട്ടം അവിടുന്ന് പഠിപ്പിച്ചു തരണം. ഇനി ആരോടും ചോദിച്ച് മനസ്സിലാക്കാൻ ആവശ്യമില്ലാത്ത വിധം എനിക്ക് അവിടുന്ന് പഠിപ്പിച്ചു തരണമെന്ന് ഈ അനുചരൻ ആവശ്യപ്പെടുകയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുയായിയുടെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ വശർരി ബസരി വശർരി ലിസാനി വശർരി ഖൽബി വശർരി മനിയി. അല്ലാഹുവേ, എൻ്റെ കേൾവിയുടെ കെടുതിയിൽ നിന്ന്, എൻ്റെ കാഴ്ചയുടെ കെടുതിയിൽ നിന്ന്, എൻ്റെ നാവിൻ്റെ കെടുതിയിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ കെടുതിയിൽ നിന്ന്, എൻ്റെ ഇന്ദ്രിയത്തിൻ്റെ കെടുതിയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നതാണ് പ്രാർത്ഥന. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ അവർ പറയുന്നത്, ഒരു വ്യക്തിയിലേക്ക് തിന്മകൾ കടന്നു കയറാനുള്ള എല്ലാ സാധ്യതകളുമുള്ള 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന്. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുകയാണ് എങ്കിൽ, ഏതൊക്കെ മേഖലകളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് എങ്കിലും നമ്മളിൽ തിന്മകൾ കടന്നു വരാതിരിക്കാൻ, നമ്മളിൽ തിന്മകൾ കടന്നു വരാതെ ശ്രദ്ധിക്കാൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട നേട്ടം. നമ്മൾ നോക്കൂ, ഇവിടെ എന്താണ് ഈ പ്രാർത്ഥനയിൽ പഠിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്നാണ്. ഇസ്തിആദയാണ്, അള്ളാഹുവിനോട് രക്ഷാ തേട്ടം നടത്തുകയാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് നന്മ നൽകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ തിന്മകളെ തൊട്ട് തടയാൻ വേണ്ടി അതിന് സാധിക്കുക അത് നമ്മെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ സ്രഷ്ടാവിന് മാത്രമാണ് എന്നുള്ളതാണ്. ആ സ്രഷ്ടാവിനോട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം തേടുകയാണ്. എന്തിനെ തൊട്ടാണ്? മിൻ ശർരി സംഇ, എൻ്റെ കേൾവിയെ തൊട്ട്. ഒരു വ്യക്തി അവൻ കേൾക്കാൻ പാടുള്ളതേ കേൾക്കാവൂ. ആ വ്യക്തിയെ സംബന്ധിച്ച് അവനിൽ തിന്മകൾ കടത്തിവിടാനുള്ള ഒരുപാട് ശബ്ദങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതിനൊക്കെ ചെവി കൊടുക്കുക എന്ന് പറയുന്നത് അത് നല്ല സ്വഭാവമല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കേൾക്കാൻ പാടുള്ള കാര്യങ്ങൾ, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് ധാരാളമായിട്ട് കേൾക്കാനും, അതുപോലെ തന്നെ കേൾക്കാൻ നിരുത്സാഹപ്പെടുത്തിയത്, നിഷിദ്ധമാക്കിയത്
അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു ഈ ഒരു ഭാഗം. ഏറ്റവും വലിയ തിന്മയായിക്കൊണ്ട് നമ്മുടെ ചെവിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക അത് കുഫറിന് ചെവി കൊടുക്കലാണ്. മതത്തെ പരിഹസിക്കുന്ന, പ്രവാചകനെ പരിഹസിക്കുന്ന സംസാരങ്ങൾ, ആ വക വിഷയങ്ങളിൽക്കൊക്കെ നമ്മളത് ചെവി കൊടുത്തുകൊണ്ട് അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് മതം വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഹൃദയത്തെ ആ കേൾവി കൊണ്ട് സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഇസ്ലാം ഇത് സംബന്ധമായിട്ട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, നമ്മളുടെ കേൾവിയെ തൊട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് മിൻശർരി ബസരി, എൻ്റെ കാഴ്ചയുടെ ഷർറിൽ നിന്ന് എന്നാണ്. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കാണാൻ കഴിയുന്നതാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുകയില്ല. ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ലാത്ത, നമ്മുടെ കണ്ണുകൾ അടക്കേണ്ടതായി വരുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. തിന്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു നിയന്ത്രണവുമില്ലാത്ത രൂപത്തിലാണ് നമ്മുടെ കാഴ്ചകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതായത് അത്രമാത്രം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കാഴ്ചയും കേൾവിയും എന്ന് തിരിച്ചറിയണം. ആ കാഴ്ച ശരിയായ രൂപത്തിൽ അല്ല അത് ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ, അതിൻ്റെ ഒരു കോൺസിക്വൻസ് ഈ സമൂഹം നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തിന്മയായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആ കണ്ണുകൾ അടക്കാൻ, ആ കണ്ണുകൾ അതിൽ നിന്ന് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ രണ്ടെണ്ണം കഴിഞ്ഞാലോ പിന്നീട് പറയുന്നത് ബഷരി ലിസാനി, എൻ്റെ നാവിൻ്റെ കെടുതിയിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്ന്. നാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അനർത്ഥങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. നല്ലതേ നമ്മൾ സംസാരിക്കാവൂ, ദുഷിച്ച കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ആ സംസാരിക്കുന്ന വിഷയങ്ങളിൽ പോലും എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. സ്രഷ്ടാവിന് പ്രിയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നത്? നമ്മുടെ റബ്ബിന് തൃപ്തി നേടിയെടുക്കാൻ കഴിയുന്ന, നമ്മുടെ റബ്ബിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നത്? അതല്ല നമ്മുടെ റബ്ബിൻ്റെ കോപം വാങ്ങാൻ കാരണമാക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നത്? ഇതൊക്കെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് റമദാൻ മാസത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ഷണ്ട കൂടാൻ വരുന്നുണ്ട് എങ്കിൽ, വഴക്കടിക്കാൻ വരുന്നുണ്ട് എങ്കിൽ അവരോട് പറയാനാ പറഞ്ഞത് ഞാൻ നോമ്പുകാരനാണ് എന്ന്. കാരണം നോമ്പും നോറ്റുകൊണ്ട് നമ്മുടെ നാവ് നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ ആ നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്താ? അവൻ കേവലം അന്നപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ കേവലം പട്ടിണി കിടന്നതുകൊണ്ട് ഒരു ഫലവുമില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ആ നാവ് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പടച്ചോനുമായി ബന്ധപ്പെട്ട, അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് റബ്ബിൻ്റെ കോപം വിളിച്ചു വരുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ നാവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മാതാപിതാക്കളോടുള്ള സംസാരം, അവരോട് നമ്മൾ ഛേ എന്ന് പോലും പറയരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഉഫ് എന്ന പ്രയോഗം അതുപോലും നമ്മുടെ മാതാപിതാക്കളോട് ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് ഏതെല്ലാം നിലക്ക് അത് നിയന്ത്രിക്കണമെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കതിലൂടെ ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ നാവിനെ നമ്മൾ ശരിയായ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം, അതിനെ നമ്മൾ നിയന്ത്രിക്കണം. എല്ലില്ലാത്ത ഒരു മാംസകഷ്ണമാണ്, അള്ളാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ നാവ്. ആ നാവിലൂടെയാണ് നിരവധി ഭാഷകൾ ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡയാക്രോണിക് ലിംഗ്വിസ്റ്റിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭാഷാഭേദങ്ങളുടെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ, അതിൻ്റേതായിട്ടുള്ള പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ആ മേഖലകളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് വലിയ ഒരു അത്ഭുതമാണ് നമുക്കതിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നത്. കേവലമായിട്ടുള്ള ചെറിയ ഒരു മാംസകഷണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളക്കണക്കിന് ഭാഷകൾ സംസാരിക്കുമ്പോൾ ആ ഭാഷ അതിൻ്റെ വ്യത്യാസങ്ങൾ ഒരു പ്രയാസവുമില്ലാതെ, അത് മലയാളമായാലും ഇംഗ്ലീഷായാലും അറബിയായാലും തമിഴായാലും മറ്റ് ഏത് ഭാഷയായാലും അതെല്ലാം ഒരേ സമയത്ത് അത് കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആ റബ്ബ് അവൻ നമ്മളോട് പറയുകയാണ്,
ആ നാവ് അള്ളാഹ് നൽകിയ അനുഗ്രഹമാണ്. അത് ശരിയായ രൂപത്തിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് അതിനുള്ള ഒരു യഥാർത്ഥ ട്രെയിനിങ് തന്നെയാണ് ഈ റമദാൻ മാസം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത് ഹൃദയമാണ്. അതുകൊണ്ടാണ് ആ പ്രാർത്ഥനയിൽ മിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ ഷർറിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. നമ്മുടെ ഹൃദയത്തിൽ പല രൂപത്തിലുള്ള തോന്നലുകൾ ഇട്ടുതരാൻ പിശാചിനെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. ആ തോന്നലുകൾ ഇട്ടുതരുമ്പോൾ ആ ഇട്ടു തന്നതിനനുസരിച്ച് കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ, തിന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ അവൻ കുറ്റക്കാരനാകും എന്നാണ്. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന തോന്നലുകൾക്ക് ഒരാൾ കുറ്റവാളിയാകുന്നില്ല. കാരണം അത് നമ്മുടെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പക്ഷെ അതിനനുസരിച്ച് കൊണ്ട് തിന്മയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുഴുകിയാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറ്റക്കാരനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയമാണ് സഹോദരങ്ങളെ എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമായിട്ടുള്ള സ്ഥലം എന്നുള്ളത്, അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് ഒരു വ്യക്തി അയാൾ നന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നതും ഒരു വ്യക്തി തിന്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നതും ഇത് രണ്ടും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമായിട്ട് വർത്തിക്കുന്നത് അത് ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഹൃദയം ഒരു നല്ല ദിശയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നന്നാകാൻ സാധിക്കുന്നു. ഹൃദയം ഒരു മോശമായിട്ടുള്ള ദിശയിലേക്ക് മാറിക്കഴിഞ്ഞാൽ മോശമായിട്ടുള്ള വ്യക്തിയായിട്ട് അയാൾ ആപതിക്കുകയും അയാൾ നരകത്തിൻ്റേതായിട്ടുള്ള പണിയെടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അവിടെ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു തിന്മ നമ്മളിലേക്ക് വരാതിരിക്കാൻ, ഹൃദയം വഴി ഒരു തിന്മ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? നിങ്ങൾ ഒരു തിന്മ ചെയ്താൽ ഒരു ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. ആ പുള്ളി കറുത്തത് വീണാൽ വീണ്ടും അതേ തിന്മ നമ്മൾ ആവർത്തിച്ചാൽ വീണ്ടും അടുത്ത പുള്ളി വീഴും. അങ്ങനെ ആ പുള്ളികൾ വീണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ പുള്ളികൾ അത് കൂടുതലായി കൊണ്ടുവന്ന് അത് അവസാനം ആ തിന്മയെ സ്ഥിരീകരിക്കുന്ന രൂപത്തിലേക്ക് ആ വ്യക്തി ആയി മാറുമെന്ന്. പിന്നീട് ആരെങ്കിലും ആ വ്യക്തിയെ പോയി ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തിന്മയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അയാൾ പരിവർത്തിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഹൃദയത്തെ നന്നാക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനോടുള്ള സ്മരണ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കഴിയുക, ഇതൊക്കെ ഹൃദയം തിന്മയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഈ പ്രാർത്ഥനയിൽ മിൻ ശർരി ഖൽബി, എൻ്റെ ഹൃദയത്തിൻ്റെ ഷർറിനെ തൊട്ട് ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അഞ്ചാമത് പറഞ്ഞ വിഷയം ഏതാണ്? അഞ്ചാമത് ഈ പ്രാർത്ഥനയിൽ പറയുന്നത് മിൻ ശർരി മനിയി എന്നാണ്. എൻ്റെ ഇന്ദ്രിയത്തിൻ്റെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് അത് വിശുദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക്, വ്യഭിചാരത്തിലേക്ക് പോകാൻ പാടില്ല. സിന എന്ന് പറയുന്നത് അത് ഏറെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. റബ്ബിൻ്റെ കോപം വരുത്തി വെക്കുന്ന ഒരു വിഷയമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം വ്യഭിചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതെന്താ? നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല, നേരെ മറിച്ച് അതിനോട് അടുത്തു പോകരുത് എന്നാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്നുള്ള രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ വിഷയം, നിങ്ങൾ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാം എന്ന് ഉറപ്പ് നൽകിക്കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാമെന്ന്. എന്താ രണ്ട് കാര്യം? തെറ്റായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യം. ഒന്ന് നാവാണ്, രണ്ടാമത്തേത് ലൈംഗിക അവയവമാണ്. അതായത് രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള അവയവം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ലൈംഗികമായിട്ടുള്ള ഒരു വിശുദ്ധി എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് സഹോദരങ്ങളെ വൈവാഹിക ജീവിതം കഴിഞ്ഞ വ്യക്തിയാണോ അല്ലേ എന്നുള്ളത് ഇസ്ലാം നോക്കുന്നു. വിവാഹ ജീവിതം കഴിഞ്ഞ ഒരു വ്യക്തി അയാൾ വ്യഭിചരിക്കുകയാണ് എങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്ത് അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അത് അയാളെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്.
അത്രയും ഗൗരവമായിട്ടുള്ള വധശിക്ഷ അർഹിക്കുന്ന ഒരു കാര്യമായിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ പഠിപ്പിക്കണമെങ്കിൽ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിൽ നമ്മൾ ഒരു നോമ്പുകാരനായിട്ട് മുമ്പോട്ട് പോകുന്നത് ഈ വ്യഭിചാരത്തിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിചയമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ച കാര്യം, യുവാക്കളോട് പറയുകയാണ്, നിങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം വിവാഹം കഴിക്കണമെന്നാണ്. വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് നോമ്പ് നോൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. കാരണം എന്താ? അത് വ്യഭിചാരത്തെ തൊട്ട് തടയുന്ന ഒരു പ്രവർത്തനമായിക്കൊണ്ട്, ഒരു അമലായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ ധാരാളമായിട്ട് നിർവഹിക്കുക എന്ന് പറയുമ്പോൾ അയാളിൽ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ, അത് അശ്ലീലമായിട്ടുള്ള നിലക്കുള്ള താല്പര്യങ്ങളിലേക്ക് ഒരു വ്യക്തി കടന്നു പോകുന്നതിനെ തൊട്ട് തടയാൻ അത് ഉപകാരപ്പെടുമെന്നുള്ളതാണ്. ഇന്ന് നിർബന്ധമായിട്ടുള്ള ഒരു നോമ്പാണ് നമ്മൾ നോക്കുന്നത്. ഈ നിർബന്ധമായിട്ടുള്ള നോമ്പിൽ നമ്മളെല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുന്നതോടൊപ്പം തന്നെ വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ മാറ്റിവെക്കുന്നു എന്നാണ്. അവിടെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അനാവശ്യമായിട്ടുള്ള നിലക്ക് ഒരു നോമ്പുകാരനായിട്ടുള്ള പുരുഷൻ നോക്കുന്നില്ല. അതേപോലെ തന്നെ തിരിച്ചും ഒരു പുരുഷനെ ഒരു സ്ത്രീയും നോമ്പുകാരനായിരിക്കും നോക്കുന്നില്ല. ഇതെല്ലാം അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനമാണ് ഈ ഒരു മാസത്തിൽ നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഒരു വലിയ അപകടങ്ങളിലേക്ക് ആപതിക്കാൻ, ഒരു വ്യക്തിയെ തന്നെ തകർത്ത് കളയാൻ, ഒരു കുടുംബജീവിതത്തെ തകർത്ത് കളയാൻ, അതോടൊപ്പം തന്നെ രണ്ട് കുടുംബങ്ങളെ തമ്മിൽ അകറ്റി നിർത്താൻ, സമൂഹത്തിൽ വലിയ ഫിത്തനകൾ ഉണ്ടാക്കാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാനൊക്കെ കാരണമാകുന്ന വലിയ ഒരു ദോഷമായിക്കൊണ്ട്, തിന്മയായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് സിന അഥവാ വ്യഭിചാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞ ഈ ഒരു 5 കാര്യങ്ങൾ, അതായത് നമ്മുടെ കേൾവിയുടെ കെടുതി, അതുപോലെ തന്നെ കാഴ്ചയുടെ കെടുതി, നാവിൻ്റെ കെടുതി, ഹൃദയത്തിൻ്റെ കെടുതി, അതുപോലെ ഇന്ദ്രിയത്തിൻ്റെ കെടുതി, ഇതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥന, അതുപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള തത്വങ്ങൾ, ഇതെല്ലാം നമ്മൾ റമദാൻ മാസത്തിലേക്ക് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ, ഈ ഒരു പ്രാർത്ഥന ഒരു വിശ്വാസി ആത്മാർത്ഥമായ നിലക്ക് റമദാൻ മാസത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് എങ്കിൽ, അതല്ലാത്ത മറ്റു മാസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന തിന്മകൾ, ഈ 5 മേഖലകളിലൂടെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മകൾ എന്തുമാത്രം ഗൗരവമുള്ളതാണ് എന്ന് റമദാൻ മാസത്തിൽ ഇതെല്ലാം ഒഴിവാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എളുപ്പം അത് അളക്കാനും അതിനെക്കുറിച്ച് അപഗ്രഥിച്ചുകൊണ്ട് സംസാരിക്കാനും സാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല തിന്മകളും ഇപ്പോൾ മാറ്റിവെക്കുകയാണ്. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ലഹവാണ്, ഒരു വിനോദവർത്തമാനമാണ് എന്ന് പറയുന്ന ഒരു കാര്യം പോലും മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ ഈ റമദാൻ മാസത്തിലെ നോമ്പുകാരനായിക്കൊണ്ട് ഈ ഒരു മാസത്തെ സ്വീകരിക്കുന്നത് എങ്കിൽ എത്രമാത്രം നമ്മൾ റമദാൻ അല്ലാത്ത ഒരു മാസത്തിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. നേരത്തെ എടുത്തു പറഞ്ഞ കേൾവിയാകട്ടെ, കാഴ്ചയാകട്ടെ, സംസാരമാകട്ടെ, ഹൃദയത്തിലുള്ള ചിന്തകളാകട്ടെ, അതേപോലെ തന്നെ ഇന്ദ്രിയമാകട്ടെ, അതെല്ലാം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിലൂടെ മാത്രമാണ് ഉപയോഗപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതിൻ്റെയെല്ലാം അടിസ്ഥാനം ദൈവിക വിശ്വാസമാണ്, അതുപോലെ തന്നെ പരലോക ബോധമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതെല്ലാം എന്തിനാണ് ഒരു മനുഷ്യൻ അനുശാസിക്കുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം ഏറ്റവും വിശുദ്ധിയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ആ വിശുദ്ധിക്ക് തടസ്സപ്പെടുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം കൃത്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനോട് കൂടിയിട്ട്, ഒരു വികായത്തോട് കൂടിയിട്ട് ഒരു വ്യക്തി ജീവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? ഈ 5 കാര്യങ്ങളും ദൈവം ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് തിരിക്കാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് എന്ന്. അതില്ല എങ്കിൽ അവൻ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയും പിശാചിന് അവന് എളുപ്പം ഒരു കെണിയിൽ അകപ്പെടുത്താൻ സാധിക്കുകയും അതുവഴി വലിയ ഒരു ദുരന്തമാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ് ഒരു വിശ്വാസി നമസ്കരിക്കുന്നത്?
എന്തിനാണ് ഒരു വിശ്വാസി റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നത്? എന്തിനാണ് അതിനിടയിൽ സക്കാത്ത് കൊടുക്കുന്നത്? എന്തിനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഹജ്ജ് ചെയ്യുന്നത്, ഉംറ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഒരുപാട് നാഫിലായിട്ടുള്ള, ഒരുപാട് സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസി പ്രവർത്തിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്നുള്ള വിശ്വാസമാണ്. ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുത്ത് ഉത്തമന്മാരായിട്ടുള്ള ദാസന്മാരിൽ അകപ്പെട്ടുകൊണ്ട് ജീവിത വിശുദ്ധിയോടുകൂടിയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതും അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ വേണ്ടി തയ്യാറായി വരുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ ഏറെ സഹായിക്കുന്ന, ഒരു മനുഷ്യനെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു മാസമാണ് റമദാൻ മാസം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പറയേണ്ടതുണ്ട്. ഇവിടെ എടുത്തു പറഞ്ഞ ഈ 5 അവയവങ്ങളിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന തിന്മകൾ, അത് ഏറ്റവും ദ്രുതവേഗതയിൽ നമ്മളിൽ തിന്മയിൽ അകപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന അപകടകാരികളായിട്ടുള്ള മല്ലന്മാരായിട്ടുള്ള പിശാചുക്കളുണ്ട് എന്നാണ്. ആ പിശാചുക്കളെയൊക്കെ ചങ്ങലക്കിട്ട ഒരു മാസമാണ് ഈ റമദാൻ മാസം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ റമദാൻ മാസത്തിൽ അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത അത്ര ഒരു ആത്മീയമായിട്ടുള്ള ഒരു നിർവൃതി, ആത്മീയമായിട്ടുള്ള ഒരു സാഹചര്യം, അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ഒരു കളരിയായിക്കൊണ്ട് നമ്മൾ എടുത്തുകൊണ്ട് ഈ ഒരു മാസത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പഠന ശിബിരമായിക്കൊണ്ട് എടുത്ത് ഏറ്റവും മികവത്ത രൂപത്തിൽ നമ്മൾ ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കുന്ന ഉത്തമന്മാരായ ദാസന്മാരിൽ അകപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനേവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.